ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ ഞങ്ങളൊരു വീഡിയോ രാവിലെ മുതൽ രാത്രി വരെയുള്ള ഒരു ഫുൾ വീഡിയോ ആണ്. അപ്പം കൂടെ നിങ്ങളെയും ഞങ്ങൾ കൂട്ടുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ എണീറ്റ് കർട്ടനൊക്കെ ഒന്ന് അതിന് ശേഷം പിന്നെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി അതേപോലെ നിസ്കരിക്കാനും ഉള്ളതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളതൊക്കെ എടുത്തു. മക്കൾ ഉറങ്ങായിരുന്നു, അവരെയൊക്കെ ഒന്ന് എണീപ്പിക്കാൻ വേണ്ടിയിട്ട് നിന്നു. പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. ആ ടൈമിലൊക്കെ 5-5:30 ടൈമിലൊക്കെ ഭയങ്കര മഴയായിരുന്നു. കുട്ടികൾക്കാണെങ്കിൽ 6 മണിക്ക് മദ്രസ ഉണ്ട്. അപ്പോൾ അവരെ ആ നേരം ഒന്ന് എണീപ്പിക്കും വേണം. അങ്ങനെ ഞാനൊക്കെ എണീറ്റ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് നിസ്കാരമൊക്കെ ചെയ്തത്. കഴിഞ്ഞ് മക്കളെ മദ്രസയിൽ വിടണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് തന്നെ മദ്രസ പോകാൻ വേണ്ടിയിട്ട് അവർക്ക് ഹോർലിക്സ് ഉണ്ടാക്കി കൊടുത്തു. 2 പേർക്ക് ഹോർലിക്സൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അവരത് കഴിച്ച് പിന്നെ മദ്രസയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. ഒരു 6 മണിക്ക് മദ്രസ തുടങ്ങും. 6 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. മദ്രസയിൽ പോയിട്ട് ഒരു 6 മണിക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ നേരത്തെ എണീറ്റ് അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ഹോർലിക്സ് കുടിച്ചിട്ട് ഒരു തിരിച്ച് വരുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം. നല്ല മഴയാണ് ഇട്ടൊന്ന് മഴ ദിവസമാണ്. നമ്മൾ രാവിലെ എണീറ്റ് വന്നാൽ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് കേട്ടത്. ചിയാ സീഡ് ഇട്ടിട്ടുള്ള ഇത് തലേന്ന് രാത്രി കുതിർത്ത് വെക്കും. എന്നിട്ട് പിന്നെ മോർണിംഗ് രാവിലെ വന്നിട്ട് ഇതാണ് ഞാൻ ഫസ്റ്റ് കുടിക്കുന്ന ഡ്രിങ്ക്. മക്കളൊക്കെ മദ്രസയിൽ പോയിട്ട് അവർ വരുമ്പോഴത്തേനും അവർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കണം. ഞാൻ തലേന്ന് തന്നെ മാവ് അരച്ച് വെച്ചതിന് കേട്ടോ. അരിയും അതേപോലെ ഉഴുന്ന് ഇതൊക്കെ ഇട്ടുകൊണ്ട് മസാലദോശ രൂപത്തിൽ ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. അതാകുമ്പോൾ അവർക്ക് കൂടുതൽ ഇഷ്ടമാണ്. ഞാൻ കൂടുതൽ അതുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ തിരഞ്ഞെടുക്കൽ കേട്ടോ. അതാകുമ്പോൾ അവർക്ക് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലേക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടൊരു ഇസ്റ്റ് മോഡലായിട്ട് കൂട്ടിന് ടച്ചിങ്ങിന് അത് ഉണ്ടാക്കാമെന്ന് കരുതുന്നുണ്ട്. ഒരു 7:45 ആകുമ്പോഴത്തേനും മദ്രസ കഴിഞ്ഞിട്ട് വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരാൾ 8 മണിക്ക് സ്കൂളിൽ പോകാണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്താൾക്ക് ഒരു 9 മണിക്ക് പോകാണ്ട്. അപ്പോഴത്തിന് ബാക്കിയുള്ള പരിപാടികളൊക്കെ തീർക്കണം. ഇന്നാണെങ്കിൽ രാവിലെ പുറത്ത് പെരും മഴയാണ് കേട്ടോ. രാവിലെ എണീറ്റപ്പോഴേ ഭയങ്കര മഴയുണ്ട്. അങ്ങനെ കറിക്കുള്ള വെജിറ്റബിൾസൊക്കെ നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. ഉരുളക്കിഴങ്ങ്, ഉള്ളി, തക്കാളി, പച്ചമുളക് ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് കുക്കറിൽ വേവിച്ച് വെക്കണം. എന്നിട്ട് അതിലേക്കൊരു ലാസ്റ്റ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ കറി. ഈ ഉഴുന്ന് ദോശ, മസാല ദോശ അങ്ങനത്തേക്കൊക്കെ നല്ല ടേസ്റ്റുള്ള കറിയാണ്. നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തതൊക്കെ കുക്കറിലൊക്കെ ഇട്ടുകൊണ്ട് ഒക്കെ റെഡിയാക്കി. പിന്നെ അതേപോലെ അതിലേക്ക് ആവശ്യത്തിന് മസാലകളൊക്കെ ചേർത്ത് കൊടുത്തു. കുറച്ച് മുളക് പൊടി, മുളക് പൊടി ഇല്ല, മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി അതുപോലെ പച്ചമുളക്, ആവശ്യത്തിന് കുറച്ച് വെള്ളം അധികം ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. കാരണം നമ്മൾ എക്സ്ട്രാ പിന്നെ തേങ്ങാപ്പാലൊക്കെ അതിൽ ആഡാക്കണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് പാകത്തിനൊക്കെ വെള്ളം ചേർത്ത് മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു 3-4 വിസിലടിക്കണം കുക്കായി വരണമെങ്കിൽ.
അങ്ങനെ നമ്മൾ തേങ്ങ പൊളിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്കൊന്ന് ഇറങ്ങേണ്ടി വന്നു കേട്ടോ. പുറത്ത് നല്ല മഴയൊക്കെയാണ്. എന്നിട്ട് തേങ്ങാപ്പാൽ വേണം കറിക്ക്. അപ്പോൾ ഒരു തേങ്ങയൊക്കെ പൊളിക്കാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി. തേങ്ങ പൊട്ടിച്ചിട്ട് എല്ലാവരും അധികം ആൾക്കാരും ചിരകലാവും. പക്ഷേ ഞാനെന്താണെന്നോ, എനിക്കതിലേറെയൊക്കെ എളുപ്പം തേങ്ങ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് പൂണ്ടെടുക്കണം കേട്ടോ. ഞാൻ അധികം അങ്ങനെയാണ് ചെയ്യല്. ഞാൻ ചിരകൽ വളരെ കുറവാണ്, എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യലുള്ളൂ. ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് മിക്സിയിലിട്ടിട്ട് ചതച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ ആഡ് ചെയ്യലാണ്. അങ്ങനെ തേങ്ങ ഒക്കെ ചതച്ചെടുത്ത് തേങ്ങാപ്പാലൊക്കെ നല്ല പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കറിക്ക് ആവശ്യത്തിന്. സമയം കൊണ്ട് പിന്നെ എനിക്ക് 2 കോഴിമുട്ട, അതേപോലെ ഒരു ബ്ലാക്ക് കോഫി, ഒരു ഗ്ലാസ് ബ്ലാക്ക് കോഫി ഒക്കെ ഉണ്ടാക്കി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അതാണ് ഞാൻ കഴിക്കാറ്. മദ്രസൊക്കെ വിട്ട് വന്നോ, നമ്മൾ ഇന്നലെ അരച്ച് വെച്ച മാവാണ്. പിന്നെ ചൂട് കൊടുക്കുക. അവർ വന്നിട്ട് ചൂടാന്ന് കരുതിയിട്ടാണ് ഇത്രയും സമയം അവർ വെയിറ്റ് ചെയ്തത്. ചട്ടി വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അടച്ച് വെക്കണ്ടേ. മക്കളിതാ മദ്രസൊക്കെ വിട്ട് വന്ന് നമ്മൾ അവർക്ക് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടോട് അവർക്ക് ഇതാണ് ഇഷ്ടം കേട്ടോ, നല്ല ചൂടിൽ കഴിക്കാൻ. ഇതും അതേപോലെ ഇതാ അതിൻ്റെ കൂടെ കറി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കറി ആയിട്ടുണ്ട്. അടുത്തത് വയ്ക്കണേ. നേരത്തെ കൊടുക്കണം കേട്ടോ, എൻ്റെ ബസ് നേരത്തെ വരും. അപ്പം വേഗം കഴിക്കും. മറ്റും മദ്രസ വിട്ട് വന്നിട്ടില്ല. കഴിക്കൽ ബ്ലാക്ക് കോഫി മുട്ടേൻ്റെ വൈറ്റ് വന്നിട്ട് ഞാൻ കഴിക്കണം. മക്കളൊക്കെ ദോശ കറി. എങ്ങനെയുണ്ട്? സൂപ്പർ. ഇഷ്ടമായോ? അടുത്ത ആട്ടോ വേണ്ടേ? അങ്ങനെ മക്കളൊക്കെ പോയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ച് അടുക്കളയിൽ പിന്നെ ക്ലീനിങ് ആണല്ലോ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടി. എനിക്ക് അങ്ങനെയാണ് കേട്ടോ, ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, ക്ലീൻ ചെയ്യണത് അത് ഭയങ്കര ടാസ്ക്കാണ് എനിക്ക്. അങ്ങനെ പിന്നെ അവരെ ഒക്കെ റെഡിയാക്കി പറഞ്ഞയച്ചതിന് ശേഷം കിച്ചണൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് വെച്ചു. ഇനി അടുത്ത ആൾ സ്കൂളിൽ പോകുന്ന ടൈമായിട്ടുണ്ട്, അവനെ റെഡിയാക്കിയിട്ട് പറഞ്ഞു വിടാണ്. മക്കളൊക്കെ പോയതിന് ശേഷം പിന്നെ ക്ലീനിങ്ങിന് നിന്നു കേട്ടോ.
റൂം, ബെഡ്ഷീറ്റുകളൊക്കെ നന്നാക്കാൻ നിന്നു. അതേപോലെ അടിച്ചു വാരൽ അങ്ങനത്തെ പരിപാടികളൊക്കെ നോക്കി ആദ്യം അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അടുത്ത് ജിമ്മിന് പോകാനൊക്കെ ഉള്ളതാണ്. അപ്പം വേഗം ഈ പണികളൊക്കെ ആദ്യം തീർത്ത് വെക്കും. ചെറിയ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ ജിമ്മിന് പോകുന്ന ടൈമായിട്ടുണ്ട്. 9-9:30 ആകുമ്പോൾ ജിമ്മിന് ഡെയിലി പോകുന്നതാണ്. അപ്പം ഇനി അങ്ങോട്ട് പോവാൻ നോക്കണം കേട്ടോ. ഇങ്ങനെ ജിമ്മിന് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഫ്രഷായിട്ട് നിൽക്കണേ. കാണുമ്പോൾ മേക്കപ്പ് ചെയ്യാനൊന്നും കരുതണ്ട. നമ്മൾ യൂസ് ചെയ്യും, സൺക്രീം യൂസ് ചെയ്യലുണ്ട്. അതേപോലെ ഒരു ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക്ക് ഒന്ന് ടച്ച് ചെയ്ത് പോകും, അത്ര തന്നെ ചെയ്യലേ. അങ്ങനെ നമ്മൾ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഓരോ ദിവസം ഓരോരോ ഡ്രസ്സുകൾ ഇട്ടിട്ടാണ് പോവുക. ഇന്ന് ഇതാക്കി ഒരു 9:30 ഒക്കെ പോയാൽ ഒരു 11:30-12 മണീൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് തിരിച്ച് വരും ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ജിമ്മിന് പോവുകയാണ് കേട്ടോ. പിന്നെ ബാക്കി അടുത്ത വിശേഷങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞിട്ട് ഇനി തിരിച്ച് വന്നിട്ട് വേണം ഫുഡ് കാര്യങ്ങൾ, ഉച്ചക്കത്തെ ഫുഡ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതൊക്കെ നമ്മൾ ജിമ്മ് കഴിഞ്ഞ് വന്നിട്ടാണ് ഉണ്ടാക്കുക. അങ്ങനെ നമ്മൾ ജിമ്മിലൊക്കെ ജിമ്മിലെത്തിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് വാമപ്പാണ്. വാമപ്പ് ഒരു കുറച്ച് നേരം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റൊക്കെ ആയിട്ട് ചെയ്യും. ഞാൻ ഇതിൽ കൂടുതൽ കാണിച്ചിട്ടില്ല കേട്ടോ. ജസ്റ്റ് ജിമ്മിലെത്തി എന്നുള്ളത് മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ഞങ്ങൾ ട്രെയിനർ ലീവായിരുന്നു, അതുകൊണ്ട് കാർഡിയാണ് ചെയ്തത്. ട്രെഡ്മില്ലും ഒരു 350 കലോറിയും കുറക്കും നടന്നിട്ട്. കഴിഞ്ഞിട്ട് പിന്നെ സൈക്ലിങ് അങ്ങനെയുള്ള ട്രെയിനർ ലീവായിട്ട് നമ്മൾ കാർഡിയോ വർക്കൗട്ട് മാത്രമേ ചെയ്ത് കണ്ട് ഇറങ്ങിയിട്ടാണ് കേട്ടോ. വീട്ടിൽ പോകാൻ വീട്ടിലേക്ക് തിരിച്ചെന്നെ എത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ കിച്ചണിൽ കുറച്ചുകൂടി പണികളുണ്ട്. ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം കിച്ചണിക്ക് പോവാണ്. വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ പിന്നെ ചോറൊക്കെ കുക്ക് ചെയ്തെടുക്കുന്നത്. കുക്കറിലാണ് ഞാൻ വെച്ചത് വേഗം ആകാൻ വേണ്ടിയിട്ട്. അതേപോലെ പോന്നപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങി പോന്നിരുന്നു. അങ്ങനെ അത് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ ഉപ്പേരിക്ക് പയറും ഉപ്പേരിയാക്കി. കറി പിന്നെ ഇന്നലെ ഉണ്ടാക്കിയിരുന്ന മോര് കറി ഉണ്ടായിരുന്നു, അപ്പോൾ കറി അങ്ങനെ ഉണ്ടായിരുന്നു, അതും ആക്കി. അങ്ങനെ ഞാൻ പയറും കറിയും ചോറൊക്കെ വെച്ചുകൊണ്ട് പിന്നെ ചിക്കന് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് നിന്നു. ചിക്കൻ കുറച്ചെടുത്ത് കണ്ട് അത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഹെയർ ഫ്രൈയിൽ വെച്ചിട്ടാണ് കേട്ടോ. എന്നാൽ പിന്നെ എണ്ണയും ഓയിലും നമുക്ക് യൂസ് ചെയ്യണ്ടല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് അതിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുത്തത്. അതിൽ ജസ്റ്റ് ഒരു 10 മിനിറ്റ് എടുത്താൽ പെട്ടെന്ന് ആയി കിട്ടും ചെയ്യും. പിന്നെ നമുക്ക് ഓയിലൊന്നും തീരെ വേണ്ടാന്നും. അപ്പോൾ അത് ഞാൻ അധികം ചിക്കന് ഫിഷൊക്കെ കിട്ടിയാൽ എയർ ഫ്രൈയിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കാറ്. അങ്ങനെ പിന്നെ ഫുഡിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞിട്ട് വീണ്ടും ക്ലീനിങ് തന്നെയാണ്. ചില കയറിയ പിന്നെ നമുക്ക് ക്ലീനിങ് ആണല്ലോ കൂടുതലുണ്ടാവുക. അങ്ങനെ വീണ്ടും ക്ലീനിങ്ങിലേക്ക് നിന്നു. പാത്രം കഴുകലും ഇവിടെ തുടച്ച് ക്ലീനാക്കലും ഒക്കെ ആയിട്ട് ഞാൻ ചെറിയ പരിപാടികൾ പിന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു.
നമ്മളെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് നിൽക്കണം. ഫുഡ് കഴിക്കാനുണ്ട്, ഫുഡ് കഴിച്ചിട്ടില്ല. മക്കൾ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേന് കുട്ടികൾ വരും. അതുവരെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നിൽക്കണം. സ്കൂളിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, ഒരാൾ വന്നിട്ടുണ്ട്, ഒരാൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. ചായക്ക് നമ്മൾ പഴംപൊരിയാണ് കേട്ടോ, പഴംപൊരിയും ചായയാണ് കഴിക്കൽ തുടങ്ങിയിരിക്കണേ. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ അവർ കളിക്കാൻ പോകണം കേട്ടോ, പിന്നെ അവരെ കിട്ടൂല. ചുമ്മാ എത്തുന്നപ്പോൾ ഒരു പേരക്കൊക്കെ തിന്നാൻ പുതിയ അപ്പം ഇങ്ങനെ കഴിച്ചു. എടുത്തെടുത്തോ. ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാണ് കേട്ടോ അവർക്ക് രാത്രി ചോറ്, മോരുകറി, തൈര്, ചിക്കന്, അതേപോലെ പയറും. ഒറ്റക്ക് കഴിച്ചാൽ ബാക്കിയാവും വാരി കൊടുക്കുക. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ, അത്രയേ ഉള്ളൂ. നമ്മൾ രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. ഓക്കെ, ബൈ.